ദേഷ്യമാണോ? അച്ഛനെന്താ ഇപ്പൊ വീട്ടിലേക്കൊന്നും വരാത്ത? അച്ഛനെന്താ ഇപ്പൊ വീട്ടിൽ വരാത്തേന്നാ ഞാൻ ചോദിച്ചത്. വരാത്തതേ നിന്റെ അച്ഛനല്ലാത്തതുകൊണ്ട്. നിന്റെ അച്ഛനല്ല ഇത്, അതുകൊണ്ടാ വരാത്തത്. നീ എന്തായി പറയണേ? ഇവിടെ കുട്ടിയല്ലേ, ഇവളോട് ഇങ്ങനെയൊക്കെ പറയാവോ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിതാ അവള് പറയട്ടെ. നീ എന്തിനാടി കൊച്ചിനെ കൂടെ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇവിടെ നല്ല ഉപേക്ഷിച്ചിറങ്ങി പോകുന്നതല്ലേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് എന്താ തിരിച്ചു വരാത്തെന്നാ ഞാനും ചോദിക്കുന്നത്. എന്നേക്കുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോന്നൊന്നുമല്ലല്ലോ. നിങ്ങൾ കെട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. താലി? അത് എന്തോ മാത്രം അടിയുള്ളത്. നിന്നെ പോലൊരു പെടുങ്കള്ളിയുടെ കൂടെ താമസിക്കാനേ എനിക്ക് സൗകര്യമില്ല. എനിക്ക് സ്വസ്ഥത വേണം. ആ, എന്നിട്ട് സ്വസ്ഥത കിട്ടിയോ? സമാധാനം കിട്ടിയോ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? പറ്റില്ല. ഈ കുഞ്ഞിന്റെ മുഖം നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ എവിടെ പോയാലും മനസ്സമാധാനം കിട്ടില്ല. നീ കുട്ടിയെ ആയുധമാക്കി ഉപയോഗിച്ചോണ്ട് രോഹിത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ? എങ്കിലത് നടക്കില്ല മോളെ. എന്റെ ഭർത്താവ് എന്നെ എന്റെ മോളെ ഉപേക്ഷിച്ച് നിൽക്കാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാ. പുരുഷന്മാരെ വലവീശി പിടിച്ച് അവരുടെ ചോര ഊറ്റി കുടിക്കുന്ന യക്ഷിയാ നീ. ശ്യാമേ വേണ്ട. ശ്യാമേ, നീ കൊച്ചിനെ വിളിച്ചോണ്ട് പോ. പോവാനാ പറഞ്ഞേ. ഓടി. അപ്പ അച്ഛൻ വരുന്നില്ലേ? അച്ഛൻ വന്നോളാം മോളെ. മോളിപ്പോ അമ്മയുടെ കൂടെ പോ. അച്ഛൻ ഉറപ്പായിട്ടും വന്നോളാം. എന്റെ പപ്പി മോളാണ് സത്യം. ഇല്ല, അച്ഛൻ വരാതെ ഞാൻ പോവില്ല. മോളെ പറയുന്ന കേക്ക്. അച്ഛൻ വരാം. മോളിപ്പോ പോ. ഉറപ്പാണോ? ആ, ഉറപ്പ്. എങ്കിൽ സത്യം ചെയ്യച്ചാ. സത്യം ചെയ്യച്ചാ. വീട്ടിലേക്ക് വരുമെന്ന് സത്യം ചെയ്യേ. സത്യം ചെയ്യച്ചാ. സത്യം. ശരി, എങ്കിലും ഞങ്ങൾ പോവാം. പക്ഷെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വരും. അച്ഛൻ വരാം. മോള് ചെല്ല്. എങ്കിൽ എനിക്കൊരു ഉമ്മ വേണം. ഉമ്മ താച്ചാ. അച്ഛൻ വരണേ. ശ്യാമേ, നീ മോളെ വിളിച്ചിട്ട് പോ. മോളെ ചെല്ല് കേട്ടോ. അച്ഛൻ വരാവേ. വാമ്മേ, അച്ഛൻ വരും. വരണേ അച്ഛാ. വരാം മോളെ. ശ്യാമേ, നീ മോളെ വിളിച്ചിട്ട് പോയേ. ഓഹോ, അച്ഛൻ വരില്ലേ? ശ്യാമേ, നിങ്ങളെ പോവാനാ പറഞ്ഞേ.
അച്ഛൻ പറഞ്ഞേ അച്ഛാ. വരാം. വേഗം വരണേ. വരാം മോളെ. രോഹിത്, എന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? മോള് വന്ന് അച്ഛാന്ന് വിളിച്ചപ്പോ എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എനിക്കങ്ങനെ മോളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. കുറെ നാള് ഈ നെഞ്ചിലിട്ട് കൊണ്ട് നടന്നതല്ലേ, അതുപോലെ തന്നെയാ എനിക്ക് ആ വീടും. അതും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് അവിടേക്ക് പോകേണ്ടി വരും. എനിക്ക് എല്ലാ സൗഭാഗ്യം തന്നത് ആ വീടാ. അതെനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീതാ ഇത് കുടിക്കേ. അവള് എന്റെ മോളാ, എന്റെ മോള്. ആരൊക്കെ എന്തൊക്കെ പറയാലും അവളെന്റെ മോളാ, എന്റെ സ്വന്തം മോള്. ആരൊക്കെ പറഞ്ഞാലും എന്റെ മോളാ, എന്റെ ഭാവി മോള്. ഇവൻ ഇനി കൂട്ടിക്കിടക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇവനെ ഇനി ഇവിടെ കിടത്താൻ വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരും, പുതിയ തന്ത്രങ്ങൾ. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? അച്ഛൻ വരാന്ന് പറഞ്ഞതല്ലേ. ഒന്നുമില്ല മോളെ, അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്തപ്പോ. അമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, അച്ഛൻ വരും. ആ സുസ്മിത പറഞ്ഞാൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ശാലിനി ഒന്നിച്ചാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. കൊറേ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഈ ശാരദാമ്മ അമ്മയ്ക്ക് എവിടെ പോയി? ശാരദാമ്മേ, ആരാ വരുന്നു? ശാലിനി, ശാലിനി, ഈ പെണ്ണിത് എവിടെ പോയിരിക്കുക? എപ്പോഴും ഇങ്ങനെയാ, എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ദേ കഴിക്കാൻ എടുത്തു വെച്ചു, ഒന്ന് വന്നേ. ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യേണ്ട പെണ്ണാ. ഏയ് അതൊന്നും കുഴപ്പമില്ലെന്നേ, അവള് വല്ല തിരക്കിലായിരിക്കും. എന്താ കഴിക്കുന്നില്ലേ? എനിക്കൊരാൾ വാരിത്തരണം. അത്രേ ഉള്ളോ? അച്ഛൻ വാരിത്തരാമല്ലോ. അതെ, മൂക്ക് ശാരദാമ്മ വരുത്തരാം. അച്ഛന് വേഗം കഴിച്ചിട്ട് പോവാനുള്ളതല്ലേ. വേണ്ട, എനിക്കെന്റെ അച്ഛൻ തന്നെ വാരി തന്നാ മതി. മോളെ, അച്ഛൻ കഴിക്കട്ടെ. ഏയ് വേണ്ടമ്മേ, ഞാൻ വാരി കൊടുത്തോളാം. അയ്യേ, ഇത്രയും വലിയ കുട്ടിയായിട്ട് അച്ഛൻ വാരി തരണോന്ന് പറയുന്ന വലിയ കഷ്ടാട്ടോ. അതിനെന്റെ അച്ഛൻ എനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്. ഓ, അത് ശരി. അപ്പൊ പിടിച്ച പിടിയാലെ ഓരോ കൂട്ടം അങ്ങ് ചെയ്യിക്കല്ലേ? പിന്നെ അല്ലാതെ, നിങ്ങൾ അമ്മയും മോളും ഓരോന്ന് പറഞ്ഞ് ഇത്രയും നാള് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലേ? അല്ല അച്ഛാ? അതൊന്നും ഓർമ്മിപ്പിക്കില്ലേ?
ഞാൻ കുറച്ചുകൂടെ കറി എടുത്തിട്ട് വരാം. എന്തോടി ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുക്കണം അച്ഛാ. അത്രയ്ക്ക് നമ്മളെ വിഷമിപ്പിച്ചല്ലേ. നിന്റെ ഒരു നാക്ക് കഴിച്ച ഇനിണ്ടാ ആഹാ അത് ശരി. അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ മാറിക്കുവായിരുന്ന. ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന മഹാത്ഭുതങ്ങളാ. അതുകൊണ്ടാ ഒളിച്ചെന്ന് വാങ്ങിക്കാന്ന് വെച്ചത്. എന്നാലേ ഒളിച്ചും പാത്തൊന്നും കഴിക്കണ്ട. നേരെ തന്നെ തന്നളയാം. ഇനി എനിക്കിതാ അച്ഛാ. അയ്യോ മക്കൾക്ക് തരാടാ. അമ്മ വന്നപ്പോഴേ അച്ഛൻ പെട്ടെന്ന് മറന്നുപോയി. ഇനി കുടുംബകരം ഉണ്ടാക്കൂ. അല്ല, അമ്മയും മോളും കൂടെ കഴിച്ചുകൊണ്ടിരുന്ന പിന്നെ വിഷ്ണുവിന് കഴിക്കണ്ടേ? മോൻ കഴിക്കേ, സത്യക്ക് ഞാൻ വാരി കൊടുക്കാം. അച്ഛൻ എനിക്ക് വാരിത്തിരുന്നത് കണ്ടിട്ട് ഈ ശാരദാമ്മയ്ക്ക് കുശുമ്പാ. പിന്നെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും എനിക്ക് ഒരുപാട് വാരി തന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെന്തിനാ ഞാൻ നിന്നോട് കുശുമ്പ് കാണിക്കുന്നത്? എന്നാലും എന്റെ അച്ഛനെ പോലെ ഇത്രയും പാവമൊന്നും ആയിരിക്കൂല ശാരദാമ്മയുടെ അച്ഛൻ. പാവാണെന്നേ ആര് പറഞ്ഞു? കള്ളനും നല്ല പേരും കള്ളൻ. എനിക്കല്ലേ അറിയൂ. ഓ പിന്നെ അവരെന്തേലും പറഞ്ഞോട്ടെ അച്ഛാ. അച്ഛൻ നാളെയും വരണം. നമുക്ക് എന്നും ഇവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. നടന്നത് തന്നെ. ഇന്ന് തന്നെ പിടിച്ച പിടിയാലെ ഇരുത്തിയിട്ടാ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന തന്നെ. എന്റെ പൊന്നു മോളെ, അവിടെ ചോറും കൊണ്ട് ഒരാളിപ്പോ കാത്തിരിക്കുന്നുണ്ടാവും. സത്യാമ്മ കഴിച്ചില്ലെങ്കിൽ വിവരം അറിയും അല്ലേ വിഷ്ണുട്ടാ? ആണോ അച്ഛാ? കുഴപ്പമില്ല, അച്ഛനെ ചെല്ലേണ്ട സമയം ആവുന്നേ ഉള്ളൂ. ഒരു ചപ്പാത്തിയുടെ എടുക്കട്ടെ? ഏയ് വിശക്കണില്ല, അതുകൊണ്ടാ. മോള് കഴിക്കേ. ഫോൺ ബെല്ലടിക്കുന്നു. മോൾ അവിടെ ഇരിക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. അവിടെ ഇരുന്ന് കഴിക്കേ. വേണ്ട, ഞാൻ എടുത്തോളാം. പപ്പിയായിരിക്കും. മോളെ ഇടി കുഞ്ഞേ, പറയുന്ന കേക്ക്. അതെ വിഷ്ണുട്ടാ, ജോലി കിട്ടിയോ? അതെങ്ങനെ താനറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. വിഷ്ണുവേട്ടൻ എവിടെയൊക്കെ ഇന്റർവ്യൂവിന് പോയാലും അതൊക്കെ കൃത്യമായിട്ട് അറിയിക്കാനേ എനിക്കവിടെ ആളുണ്ട്. ഞാനേ കളക്ടർ. ഈ ജില്ല മൊത്തം എന്റെ നെറ്റ്വർക്കിന്റെ കീഴിലാ. ഒരില്ല അനങ്ങിയ ഞാൻ അറിയും. എന്നിട്ട് പറ, എന്ത് ജോലിയാ കിട്ടേ? ലോറി ഓട്ടം. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. ഓട്ടത്തിലെല്ലാം ശരിയായിക്കൊള്ളുന്ന സുബേർക്ക് പറഞ്ഞേ. അതാര്? അത് ലോറി ഓണറാ, ഒരു പാവ മനുഷ്യനാ. പണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാ ലോറി വാങ്ങിച്ചതെന്നും അത് വെച്ചിട്ടാ ഇത്രയും വലിയ ലോറി ഇടുമായി എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹ.
കളിയാക്കണ്ട. ഞാൻ പഠിപ്പിക്കാനൊക്കെ തയ്യാറാ. എൻ്റെ പൊന്ന് ശാലിനി, ദേ തൽക്കാലം ഞാൻ ഈ ലോറിയുടെ പണിക്ക് തന്നെ പോകാൻ പോകുന്നത്. എടോ, ഇനി ഒരു അല്പം ബുദ്ധിമുട്ട് വന്നാലും നല്ല കാശ് കിട്ടുവേ, അതുകൊണ്ടാ. പിന്നെ ഈ MA കാരനും BA കാരനൊക്കെ ഓഫീസ് ബോയുടെ ജോലി എടുക്കാമെങ്കിലേ എനിക്ക് ഈ ഡ്രൈവർ പണി സുന്ദരമായിട്ട് എടുക്കാം. വരട്ടെ ഇംഗ്ലീഷ് ടീച്ചറെ, അവിടെ പോയിട്ട് ഹാജർ വയ്ക്കാനുള്ളതാ. ഈ കൈ എവിടെ കഴുകുക? അതിനിപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? ഇതാ അവിടെ. ശരി സൈഡ് തന്നെ. ആ ഞാൻ അറിഞ്ഞോ? പോരട്ടെ, നാളെ കാണാം. എന്താ മോളെ, എന്താ നീ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ. വിഷ്ണു പോയോ? ഉം. കുറച്ചൊക്കെ ഞാനും കേട്ടു. എന്ത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ തുടങ്ങിയത് എന്തിൽ നിന്നാ? ചായക്കടയിൽ നിന്നല്ലേ? അതുകൊണ്ടാ നമ്മൾ ഇത്രയൊക്കെ ആയത്. ജീവിക്കാൻ വേണ്ടി അന്തസ്സുള്ള എന്ത് പണിയോ എടുക്കാം, അതിനൊരു കുറവുമില്ല. അമ്മേ, അതല്ല. ഇത് ഒരു കുഴപ്പം പിടിച്ച പണിയാ. കാട്ടിലൊക്കെ തടിയെടുക്കാൻ പോവേണ്ടി വരും. വിഷ്ണുട്ടനുമായിട്ട് വല്ല വഴക്കുണ്ടായ പിന്നെ അതാ അമ്മ പേടി. ശാരദാമ്മേ, അതാ വരുന്നോ മോളെ. വിഷ്ണു തിരിച്ചറിവുള്ളവനാ. നല്ലതും ചീത്തയൊക്കെ കണ്ട അവനറിയാം. നീ പേടിക്കാതിരുന്നാ മതി, അവനെല്ലാം നോക്കിയും കണ്ടും ചെയ്തോളൂ. അമ്മ ഭയമുള്ള മകനെ എവിടെ പോയാലും വിജയം ഉണ്ടാകും. ഇന്ന് അടുക്കള കയറിയതും ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ ഞാന്. ഇനി എത്ര നാൾ ഈ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പൊന്നിക്കിന്ന് വിശ്രമം അനുവദിച്ചുകൊണ്ട് ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം. പിന്നെ വലിപ്പ ചെറുപ്പൊന്നും ഇല്ലാതെ എല്ലാവരും കൂടി ഇരുന്ന ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. പിള്ള ഇരുന്നാട്ടെ. സത്യമേ, ഞാൻ പിന്നെ ഇരുന്നോളാം. അതൊന്നും പോരാ, പിള്ള ഇരുന്നേ. ഇരിക്കാന്. ഇരിക്കടോ, ഭാമ പറഞ്ഞതല്ലേ, ഇരിക്ക്. ഇരിക്ക്. രേഖോട്ട് ഒഴിക്കട്ടെ? കുറച്ച് മതി. പൊന്നി, ചോറെടുത്ത് കൊടുക്ക. പൊന്നി, നീയും ഇരിക്കെ. അല്ല സത്യമേ, ഞാനിവിടെ അടുക്കളയില്. ഇരിക്കടി. ഈ വീട്ടിൽ ഇനി അധിക ദിവസങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഉള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷമായിട്ടും കഴിയാം. പൊന്നി, ഭാമ പറഞ്ഞല്ലേ, നീയും അവിടെ ഇരിക്കേ. പൊന്നി, നീയൊന്ന് ഇരിക്കേ. വാ, ഇരിക്കങ്ങോട്ട്. സത്യമേ, ഇരിക്കടി.
ഭാമേ നീ ഇരിക്കുന്നില്ലേ? വിളമ്പിയിട്ട് ഞാൻ ഇരുന്നോളാം. ഒന്നിച്ച് കഴിച്ചാൽ മതിയല്ലോ. സത്യമേ, ഞാൻ വിളമ്പാം. ഹാ, ഇരിക്ക് നീ അവിടെ. വെക്കാൻ അറിയാമെങ്കിൽ വിളമ്പാനും എനിക്കറിയാം. ഇരിക്കടി.